ഹലോ എവറി വൺ, SB ക്ലാസ്സസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ടോപ്പിക് നെയിം ഈസ് പ്രോബബിലിറ്റി. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ്, 16ാമത്തെ ടോപ്പിക്കാണ്. CBSE-കാരൊക്കെ ഇതിൻ്റെ ഒരു 10th വേർഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി മലയാളത്തിലെ സാധ്യതാ പഠനം എന്നാണ് പറയുക. ഈ പ്രോബബിലിറ്റി പഠിക്കുന്നതിന് മുമ്പ് തന്നെ, എന്താണ് പ്രോബബിലിറ്റി എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രോബബിലിറ്റിയെക്കുറിച്ച്, പ്രോബബിലിറ്റിൻ്റെ ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് പ്രോബബിലിറ്റി പല ആൾക്കാരും സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് വാർത്തയൊക്കെ വായിക്കേണ്ട സമയത്ത്, നിങ്ങൾക്ക് വെതർ ഫോർകാസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് അവിടെ പറയുന്ന ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും അങ്ങനെയുള്ള ലാംഗ്വേജൊക്കെ പറയുന്നത് നാളെ മഴ പെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. നാളെ നിങ്ങൾ വരുമോ എന്ന് ചോദിക്കാൻ വരാനും വരാതിരിക്കാനും ഉറപ്പിച്ച് നമ്മൾ പറയാം, വന്നേക്കാം, വരാൻ ഞാൻ ശ്രമിക്കാം എന്ന് നമ്മൾ പറയുള്ളൂ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത്. അപ്പോൾ കുറച്ചും കൂടി ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ആക്ച്വലി സാധ്യതാ പഠനം, ദ ഗെയിം ഓഫ് ചാൻസസ്, അതാണ് ആക്ച്വലി പ്രോബബിലിറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട്, നിങ്ങൾക്ക് ഈ പ്രോബബിലിറ്റി എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതാണ്. ചില ആൾക്കാർ ഈ പറയുന്ന ലാംഗ്വേജിൽ കുറച്ചുകൂടി സുന്ദരമായിട്ട് സംസാരിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, 2 ടീമുണ്ട് നമ്മളെ കയ്യിൽ, ബ്രസീലും അർജൻറ്റീന, 2 ആൾക്കാർ തമ്മിൽ മാച്ച് നടക്കാൻ പോകുന്ന വിചാരിക്കാം. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഏത് ടീമാണ് ജയിക്കാൻ ചാൻസ്. അപ്പോൾ ഫുട്ബോളിനെ കുറിച്ചിട്ടും ആ ടീമിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന, വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ അവർ പറയുന്ന ലാംഗ്വേജ് ഇങ്ങനെയാണെങ്കിൽ, ഈ രീതിയിലാണ് പറയുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ജയിക്കാൻ ചാൻസ് ബ്രസീലാണ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്രത്തോളം ഉണ്ട്. ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചോദിക്കേണ്ട, എത്രത്തോളം ചാൻസ് ഉണ്ട്, ഒന്നും കൂടി ചാൻസ് എത്രത്തോളം, നിനക്ക് എത്രത്തോളമാണ് ആ ഒരു പ്രിഡിക്ഷൻ നടത്താൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അവർ പറയുന്നത് 70% ബ്രസീൽ ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഈ 70% ബ്രസീൽ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, അയാൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അർജൻറ്റീനയെക്കാട്ടിൽ കൂടുതൽ സാധ്യത ആർക്കാണ് കൽപ്പിക്കുന്നത്? ബ്രസീലിനാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഭാവി പഠനത്തിനെ, പ്രോബബിലിറ്റീനെ, ഈ പറയുന്ന ചാൻസിനെ നമ്പറുമാക്കി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് ചെയ്യാൻ പോണത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഓഫ് മാത്തമാറ്റിക്സിനെ കുറച്ച് സയൻറ്റിഫിക് ആയിട്ട് ഡീൽ ചെയ്യാൻ പോവാണ്. വളരെ സയൻറ്റിഫിക് ആയിട്ട് എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് കുറച്ച് സയൻറ്റിഫിക് ഡീലിങ്ങോട് കൂടിയിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് 2 ടോപ്പിക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കിൻ്റെ തിയറി കണ്ടൻറ്റ് പഠിക്കുന്ന നമുക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് സെറ്റ്സ്. സെറ്റ്സ് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ടോപ്പിക്കാണ്. എന്താണ് സെറ്റ്സ്, എന്താണ് ടൈപ്പ് ഓഫ് സെറ്റുകൾ, എന്താണ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റുകൾ, സെറ്റിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, അതേപോലെ ദ വേർഡ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ സെറ്റ്സിൻ്റെ വേർഡ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചാണ്. ഈ സെറ്റിൻ്റെ തിയറി അറിയുന്ന ആൾക്കാർക്ക് പ്രോബബിലിറ്റി തിയറി പറയുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ മെയിനായിട്ട് അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട്, സെറ്റ് എന്ന് പറയുന്ന പാർട്ട്. ഇതിൽ കുറച്ച് നല്ല നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ടോപ്പിക്കിൻ്റെ ഹെൽപ്പോട് ഉപയോഗിക്കും. ദറ്റ് നെയിം ഈസ്, എല്ലാവർക്കും ഫേമസ് ആണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് ദ കോമ്പിനേഷൻസ്. ഈ ടോപ്പിക്കിൽ നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ എണ്ണാൻ പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ്, സയൻറ്റിഫിക്കലി എണ്ണാൻ പഠിക്കുന്ന ടോപ്പിക്കാണ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്. വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കൗണ്ടിൻ്റെ, നമുക്ക് മാനുവലി എണ്ണി തീരാൻ പറ്റാത്ത കൗണ്ടുകളെ എങ്ങനെ സയൻറ്റിഫിക് ആയിട്ട് എണ്ണാം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. 2 ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചതാണ്. ഈ 2 ടോപ്പിക്കിൻ്റെ ബേസ് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഈസ് വെരി ഈസി, വെരി സിമ്പിൾ ടോപ്പിക്കാണ്, വേറെ നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടേം, ആ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, പ്രോബബിലിറ്റി ഈസ് ആക്ച്വലി, ഞാൻ പറയുന്നത് ഗെയിം ഓഫ് ചാൻസ്, ഫ്യൂച്ചർ സ്റ്റഡീസാണ്. നമുക്ക് എപ്പോഴും നമ്മൾ മുന്നോട്ടേക്ക് നോക്കുക, എന്താണ് അടുത്ത് സംഭവിക്കുക, നമുക്കൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും, ജയിക്കൂലേ, 100% മാർക്ക് കിട്ടൂലേ, അതൊക്കെ ചാൻസസ് ആണ്. ആ ചാൻസിന് നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് ടെക്നിക്കൽ നെയിംസ് ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്, ഈ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കുറച്ച് ടേമുകളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നു. ഈ ടേം അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ ടേം എന്താണെന്ന് കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ടോപ്പിക്കിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അല്ല, ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്.
എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ്? അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പലതരം റാൻഡം എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റുകളും സാധാരണപ്പെട്ട ഈ റാൻഡം എക്സ്പെരിമെൻറ്റ് തമ്മിൽ വ്യത്യാസം എന്താണ്? അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രോബബിലിറ്റി നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം തിരിച്ചറിയേണ്ടത് എന്താണ് ആ തന്നിരിക്കുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചറിയണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ടേമാണ് സാമ്പിൾ സ്പേസ്. ഏതൊരു റാൻഡം എക്സ്പെരിമെൻറ്റിനും ബന്ധപ്പെടുത്തി പറയാൻ പോകുന്ന രണ്ടാമത്തെ ടേമാണ് സാമ്പിൾ സ്പേസ്. അതെങ്ങനെയാണ്, എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. മൂന്നാമത്തെ ടേം, സാമ്പിൾ സ്പേസ് കണക്ട് ചെയ്യുന്ന മൂന്നാമത്തെ ടേമാണ് ഇവൻറ്റ്. അപ്പോൾ പേരുകൾ പറയാൻ വേണ്ടിയിട്ട്, പേരുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പേരുകൾ ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു റാൻഡം എക്സ്പെരിമെൻറ്റ്, രണ്ടാമത്തത് സാമ്പിൾ സ്പേസിനെ കുറിച്ച് പറഞ്ഞു, മൂന്നാമത്തത് ഞാൻ ഇവൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഈ ഇവൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ഇതിൻ്റെ ഏറ്റവും കൺക്ലൂഷൻ ഓഫ് ദ ടോപ്പിക് നമ്മൾ പറയുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്സ്. ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ടോപ്പിക്കിലെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായി. അപ്പോൾ ഈ പറയുന്ന ഈ 4 വേർഡിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്, എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഇവൻറ്റ്, എന്താണ് പ്രോബബിലിറ്റി ആൻഡ് ഇവൻറ്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് റെഡി. നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെയാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടേം വാട്ട് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലൈഫിൽ നമുക്ക് 2 ടൈപ്പ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഡിറ്റർമിനിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയും, രണ്ടാമത്തത് ഇൻഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്. ഈ ഡിറ്റർമിനിക് എക്സ്പെരിമെൻറ്റ് പ്രത്യേകത, നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ എന്താണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന, കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് ഇന്നതാണ് കിട്ടേണ്ടത്, ആ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നതാണ് ആക്ച്വലി ഡിറ്റർമിനിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളൊക്കെയാണ് നിങ്ങളൊക്കെ ലാബിൽ ചെയ്യുന്ന, ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ, അതിലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, റിസൾട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്നു, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ടീച്ചറെ വെരിഫൈ ചെയ്ത് പറയും ഇത് തെറ്റാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്ത് അവർ പറയുന്നുണ്ട്. അത് ഏതിൻ്റെ ബേസിലാണ്? ബിക്കോസ് ദേ നോ ദ ആൻസർ. അവർക്ക് അതിൻ്റെ ആൻസർ അറിയാം. അപ്പോൾ ആൻസർ അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ആ തന്നിരിക്കുന്ന ആൻസർ കറക്റ്റാണോ ഇല്ലയെന്ന് അവരുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ അവർ പറയും നിങ്ങൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ശരിയാണ്, അതല്ലെങ്കിൽ തെറ്റാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ ചെയ്യാൻ പോകണം, ത്രോയിങ് എ ബോൾ ഇൻ എ ഹൈ. ഞാനിങ്ങനെ മുകളിലേക്ക് ബോൾ എടുത്തിങ്ങനെ എറിയാണ്. അപ്പോൾ നീ എറിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഔട്ട്കം പറയാൻ പറ്റില്ലേ, റിസൾട്ട് പറയാൻ പറ്റില്ലേ? എന്താ റിസൾട്ട് പറയേണ്ടത്? ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട്, എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓഫ് കോഴ്സ് ഇറ്റ്സ് കം ഡൗൺ, താഴത്തേക്ക് വരും, ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അജാതി എറിയുന്നുണ്ട് അല്ലേ, എസ്കേപ്പ് വെലോസിറ്റിയിലൊക്കെ വെച്ചിട്ട് ബോൾ എറിയുക മനുഷ്യന്മാരെ കൊണ്ട് നടക്കാത്ത പരിപാടികളാണ് അതൊക്കെ. അല്ല, അങ്ങനെ എറിയേണ്ടി വരും, അതാർക്കും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബോൾ ഇങ്ങനെ എടുത്ത് മുകളിലേക്ക് എറിയുന്ന എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫാൾ ഡൗൺ, അത് നേരെ താഴത്തേക്ക് വരും തന്നെയാണ്. അതേ സമയത്ത് ഞാൻ വേറെ എക്സ്പെരിമെൻറ്റ് നടത്താൻ പോവാണ്. ഒരു കോയിൻ എടുക്കും, നമ്മൾ കോയിൻ എല്ലാവർക്കും അറിയാം. കോയിൻ എടുത്ത് ടോസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചോദിക്കും ഹെഡാണോ ടെയിലാണോ, മലയാളത്തിൽ ചാപ്പാക്കുയിൽ നിന്നൊക്കെ എന്തൊക്കെ പറയാറുണ്ട്, ഹെഡ് ടെയിൽ എന്നുള്ള ടേം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചോദിക്കും ഹെഡാണോ ടെയിലാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയാം ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? നമ്മൾ ചില കളി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഹെഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇന്ന തുടങ്ങാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം, എന്താണോ വിളിച്ചാൽ കിട്ടുന്നതാണെങ്കിൽ അയാൾക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ട് ചില കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നോർമലി നമ്മൾ അത്തരത്തിലുള്ളൊരു ഒരു ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുമോ? നമുക്ക് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ വിളിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആ സമയത്ത് അപ്പം നമ്മളാണ് വി ആർ ഗോയിങ് ടു യൂസ് ദ പ്രോബബിലിറ്റീൻ്റെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്ന അവിടെയാണ്. എന്താ ചെയ്യുക? ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം, ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കില്ല. അപ്പോൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റാൻഡം എക്സ്പെരിമെൻറ്റാണ്. ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റാണ് ഇൻഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെൻറ്റ്, മറ്റേതാണ് ഡിറ്റർമിനിസ്റ്റിക്. ഡിറ്റർമിനിസ്റ്റിക് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റാണ് ഡിറ്റർമിനിസ്റ്റിക്. കൃത്യമായിട്ട് റിസൾട്ട് പറയാൻ പറ്റില്ല, പക്ഷേ പ്രോബബിൾ റിസൾട്ടുകൾ ഇന്നതൊക്കെ വന്നേക്കാം എന്ന് പറയുന്ന റിസൾട്ടിലെ എക്സ്പെരിമെൻറ്റ് വിളിക്കുന്ന പേരാണ് ഇൻഡിറ്റർമിനിക് എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ വേറൊരു പേരാണ് വി കോൾ ഇറ്റ് ആസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. റാൻഡം എക്സ്പെരിമെൻറ്റ് നോക്കൂ, അതേ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചു, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. സോ വാട്ട് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്? ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്. നമുക്ക് എത്ര വേണം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്
whose possible outcomes are predetermined. പോസിബിൾ ഔട്ട്കംസ് പ്രീ ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പോസിബിൾ ആയിട്ട് വരാം, റിസൾട്ടുകൾ ഏതൊക്കെ ചാൻസസ് ഉണ്ട്, ഏതൊക്കെ റിസൾട്ടുകൾ വരാം. ഒരു റിസൾട്ട് ഇന്നത് വരുമെന്ന് കൃത്യമായിട്ട് പറയാമെന്നല്ല, ഏതൊക്കെ റിസൾട്ട് നമുക്ക് വരാം, അതാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. whose possible outcomes are predetermined but whose particular outcomes are unpredictable. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്തേ അവിടെ ചാൻസ് എടുക്കും, നമ്മൾ എന്താ പറയുക, ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാമെന്നേ നമ്മൾ പറയുള്ളൂ, അല്ലാത്ത ചാൻസ് നമ്മൾ അവിടെ എടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മിക്കവാറും ലൈഫിൽ പറയുന്നതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുതരം റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. എന്ന് വെച്ചാൽ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പരിപാടികളാണ്. ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇന്നത് നമുക്ക് കിട്ടിയേക്കാം അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടൂല, ഇന്ന് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. അതിൻ്റെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. എക്സ്പെരിമെൻറ്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ്, മനസ്സിലാക്കുക. ഹൂസ് അണ്ടർ യൂണിഫോം കണ്ടീഷൻസ്, whose possible outcomes are predetermined but whose particular outcomes are unpredictable is called a random experiment. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എത്ര വേണം റിപ്പീറ്റ് ചെയ്യാം യൂണിഫോം കണ്ടീഷൻസിൽ, അതിൻ്റെ പെർട്ടിക്കുലർ ഔട്ട്കം നമുക്ക് പറയാൻ പറ്റും. മീൻസ് പോസിബിൾ ഔട്ട്കം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് പറയാൻ പറ്റും. ഇന്നത് തന്നെ വരും, ഇന്നതേ വീഴുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പഠിച്ചവന്മാരായി പോയി ഇല്ലേ. എനിക്ക് കിട്ടുന്നതിന് മുമ്പ് ടെയിൽ കിട്ടും എന്ന് ധൈര്യമായിട്ട് നമ്മളാരും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലൈഫിൽ കാണുന്ന ഒരുവിധം എക്സ്പെരിമെൻ്റൊക്കെ ഈ കാറ്റഗറിയാണ്, എല്ലാം റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ആണ്. എന്ത് കിട്ടുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത എക്സ്പെരിമെൻ്റാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇനി നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ പറയുന്ന നമ്മുടെ +1 സ്റ്റഡീസിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് ഉപയോഗിക്കുന്ന 3 റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിനെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. റാൻഡം എക്സ്പെരിമെൻറ്റ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് ടോസിങ് എ കോയിൻ. എല്ലാവർക്കും പറയുന്ന പരിപാടി, എല്ലാ ആൾക്കാരും ഇങ്ങനെ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്ത് നമുക്ക് കളിച്ചിട്ടുണ്ട് അല്ലേ. ഈ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കോയിൻ്റെ രണ്ട് സൈഡേ നമുക്ക് കോയിനുള്ളൂ. ഈ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞാൽ അൺബയാസ്ഡ് കോയിൻ എന്നുള്ള ടേം ഉപയോഗിക്കണം. അൺബയാസ്ഡ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കോയിൻ. നിങ്ങൾക്ക് തന്നെ ചില സമയത്ത് ഒരു കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ചിലപ്പോൾ ഒരു ഡിസ്റ്റോർട്ട് ഷേപ്പ്, ചിലപ്പോൾ ഒരു വളവോ തിരിവുള്ളൊക്കെ കോയിനാണെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുള്ള കോയിനാണെങ്കിൽ അത് ടോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന സൈഡ് അത് വീഴാം. അത് ഒരു ചെറിയ കട്ടി കൂടിയ സൈഡാണെങ്കിൽ ഓഫ് കോഴ്സ് കട്ടി കൂടിയ ഭാഗമല്ലേ വീഴുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഒബ്സർവേഷൻ കോയിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കോയിൻ എടുത്ത് ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പറയുന്നത് ഇന്നത് കിട്ടുള്ളൂ, കൃത്യമായിട്ട് പറയാൻ പറ്റും. അത്രയും കോയിൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അൺബയാസ്ഡ് കോയിൻ നമ്മൾ വിളിക്കും. അൺബയാസ്ഡ് കോയിൻ മീൻ എ പെർഫെക്റ്റ് കോയിൻ. ഒരു പെർഫെക്റ്റ് കോയിൻ നമുക്ക് ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 2 തരം ഔട്ട്കം മീൻസ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഔട്ട്കം നമ്മളിങ്ങനെ വിളിക്കുക. 2 തരം ഔട്ട്കംസ് നമുക്കുള്ളത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത്. ഏതൊക്കെ ഔട്ടുള്ളത്, ഒന്നെങ്കിൽ അതിനെ ഹെഡ് വിളിക്കാം അല്ലെങ്കിൽ എന്ത് കിട്ടും, ടെയിൽ. ഇങ്ങനെയുള്ള 2 ഔട്ട്കംസ് നമുക്കുള്ള. ഹെഡ് ഞാൻ H എന്ന് വിളിക്കുന്നു, ടെയിൽ വിളിക്കുന്നു. ഇതൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്, സംശയമൊന്നുമില്ല. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. Okay, the second example is rolling അല്ലെങ്കിൽ throwing a dice. ഈ പറഞ്ഞ സാധനം എവിടെയും കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ പാമ്പും കോണിയൊക്കെ കളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചതുരക്കട്ട, ഇതാണ് ഡൈസ് എന്ന് പറഞ്ഞ സാധനം അല്ലേ. 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ചില ഫേസ് ഉണ്ട് 4, ഒരു ഫേസിൽ ചിലപ്പോൾ ഒരു കുത്തുണ്ടാവും, അതാണ് 1, ചിലപ്പോൾ 1 നമ്പർ എഴുതിയിട്ടുണ്ടാവും. ചില ഫേസ് 2, അത് നമുക്ക് 6 ഫേസസ് നമുക്ക് 6 കുത്തുകൾ അല്ലെങ്കിൽ 6 നമ്പേഴ്സായിട്ട് വരും. അവർ ഡൈസ് ഈ പറയുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈസ്. ഈ പറഞ്ഞ സാധനത്തെ വിളിക്കുന്ന പേര് ഡൈസ് ആണ് വിളിക്കുക. ഇതാണ് വിളിക്കുന്ന പേര് ഡൈസ്. അപ്പോൾ നമ്മൾ ഒരു ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് നമ്പർ കിട്ടും, ഏത് ഫേസ് കിട്ടും, അല്ലെങ്കിൽ ഏത് നമ്പർ കിട്ടും, ഈ പറയുന്ന ഡൈസ് ത്രോ ചെയ്യുന്നതിന് മുമ്പേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, ഇന്നത്തെ കാലാവസ്ഥ പ്രവചനം മാതിരി നാളെ മഴ പെയ്യോ പെയ്യാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മളെന്താ, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ആക്ച്വലി അതാണ് അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയും പോലെ ഒരു ഡൈസ് നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ഏത് ഫേസ് കിട്ടാം, ഏത് നമ്പർ കിട്ടാമെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ഒരാൾ സംസാരിക്കുക. 1 കിട്ടും, 2 കിട്ടും, 3 കിട്ടും എന്നല്ല പറയാം. വി ഹാവ് ദി ചാൻസസ്. എന്തൊക്കെ ചാൻസസ് ഉള്ളത്? 1 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ 2 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 3 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 4 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 5 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 6 കിട്ടാനുള്ള. ദീസ് ആർ ദ പോസിബിൾ ഔട്ട്കംസ് ഓർ പോസിബിൾ റിസൾട്ട് വെൻ എ ഡൈ ഈസ് ത്രോൺ.
ഓക്കെ, അപ്പോൾ ഡൈസ് എന്ന് പറയുന്ന ഡൈസ് ആ പേര് ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിലെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റാണ് റോളിംഗ് അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ നേരത്തെ പറഞ്ഞു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റാണ്, ടോസിങ് എ കോയിൻ എക്സ്പെരിമെൻ്റാണ്. രണ്ടാമത്തതാണ് ഡൈസ് ത്രോ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്. ഇതിൽ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് പറയാൻ പോകണം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കണം. കാർഡ്സ് കണ്ടില്ല നിങ്ങൾ? കാർഡ്സ്, പ്ലേയിങ് കാർഡ്സ് കണ്ടല്ലോ. എത്ര പേര് പ്ലേയിങ് കാർഡ്സ് കണ്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. ഈ കാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് കളിക്കുന്ന സാധനം തന്നെയാണ്. ചീട്ട് കണ്ടില്ലേ നിങ്ങൾ? ഒരു പാക്കറ്റ് ഓഫ് കാർഡ്സിൽ ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ കാർഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ പ്രോബിലിറ്റി പഠിക്കുമ്പോൾ. ഇൻഫർമേഷൻ മതി, ബാക്കിയൊന്നും വേണ്ട. എത്ര ടൈപ്പ് കാർഡ്സ് ഉണ്ട്, ഏതൊക്കെയാണ് കാർഡ്സ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കാർഡ്സിനെ കുറിച്ചുള്ള റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാർഡിൽ ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ എത്ര വെറൈറ്റീസ് ഉണ്ട്? 4 വെറൈറ്റീസും കാര്യങ്ങളുണ്ട്. ടോട്ടൽ അതിൽ 52 കാർഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന കാർഡ് ഷഫിൾ ചെയ്യുക. എല്ലാവർക്കും ഷഫിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കശുക്കുക, നന്നായിട്ട് ഷഫിൾ ചെയ്തു. എന്നിട്ടൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഈ കൂട്ടത്തിൽ 52 കാർഡിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡേ കിട്ടുള്ളൂ. ആ കാർഡിൻ്റെ ഓരോ കാർഡുകൾക്ക് ഓരോ പേരുകളുണ്ട്. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ആ കാർഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വിശദമായിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. ഈ പാക്ക് ഓഫ് കാർഡ്സിൽ ഒരു പ്ലെയിൻ പാക്ക് ഓഫ് കാർഡ്സിൽ ഞാൻ പറഞ്ഞു 52 കാർഡ്സ് ഉണ്ട്. ഈ 52 കാർഡ്സിൽ 4 വെറൈറ്റീസാണ് ഉള്ളത്. 13 കാർഡ് വെച്ചുള്ള 4 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ വെറൈറ്റി നമ്മൾ വിളിക്കുന്ന പേര് സ്പെയ്ഡ് എന്നാണ്. ഇതാണ് സ്പെയ്ഡ്. അത് 13 കാർഡുകളുണ്ടാവും. റെഡി. രണ്ടാമത്തെ വെറൈറ്റിയാണ് ഹേർട്സ്. ആ ഹേർട്സും എത്ര വെറൈറ്റീസ് ഉണ്ട്? 13 കാർഡ്സ് ഉണ്ട്. മൂന്നാമത്തെ ഡയമണ്ട്, നാലാമത്തത് ക്ലബ്സ്. ഇത് കണ്ടോ? ഇതിൽ 2 എണ്ണം ബ്ലാക്ക് കാർഡ്സ് ആണ്, 2 എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? റെഡ് കാർഡ്സ് ആണ്. ഇത് നമ്മൾ വീണ്ടും അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്പേഡിൽ ഏതൊക്കെയാണ് 13 കാർഡ്സ്, ഹേർട്സിൽ ഏതൊക്കെയാണ് 13 കാർഡ്സ്, അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതാണ് സ്പേഡിലെ 13 കാർഡ്സ്. കണ്ടോ? എന്ന് എഴുതി ഒരു കാർഡ് കാണാം. 2 മുതൽ 10 വരെ നമ്പറുള്ള കാർഡ്സ് കാണാം. പിന്നെ ഒരു കിങ്, ക്യൂന്, ജാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള 13 കാർഡ്സ് അത് സ്പേഡ് സൂട്ടിലുണ്ട്. അതേപോലെ ഈ 13 കാർഡ്സ്, അപ്പോൾ ഇത് ബ്ലാക്ക് ഇൻ കളർ ആണെങ്കിൽ ഇത് റെഡ് ഇൻ കളറാണ്. ഒരു 13 കാർഡ്സ് ഇവിടെയുണ്ട്. അതേപോലെ ഡയമണ്ടിലും റെഡ് ഇൻ കളറുള്ള 13 കാർഡ്സ് ഉണ്ട്. അതേപോലെ ക്ലബ്സിലും ഇതേപോലെ 13 നമുക്ക് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഈ കാർഡ് അപ്പോൾ നമ്മൾ ഇനി ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാം. സ്പേഡ് കാർഡ് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന എഴുതി ഈ കാർഡിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എയ്സ് കാർഡ് എന്നാണ്. 2, 3, 4 ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ 10 വരെ എഴുതുന്ന ഈ കാർഡിന് നമ്മൾ വിളിക്കുന്ന പേര് നമ്പർ കാർഡ്സ് ആണ്. നമ്പർ കാർഡ്സ്. അപ്പോൾ ഇത് എയ്സ് കാർഡ്, ഇതുവരെയുള്ളത് നമ്പർ കാർഡ്. ജാക്ക്, ക്യൂന്, കിങ്, അതാണ് JQK എന്ന് പറയുന്നത്. ഈ കാർഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ പറയുന്ന സൂട്ടിൽ ഏതൊക്കെയുണ്ട്? ഒരു എയ്സ് ഉണ്ട്, ഇത്രയും നമ്പർ കാർഡ്സ് ഉണ്ട്, ഇത്രയും കാർഡ് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഫേസ് കാർഡ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ വെറൈറ്റിയാണ്? സ്പേഡിലെ വെറൈറ്റി ആണെങ്കിൽ ഇതേപോലെ ആർക്കുണ്ട്? ഹേർട്സിനുണ്ട്, ക്ലബ്സിനുണ്ട്, എല്ലാ സാധനങ്ങൾക്കും ഇതേപോലെ വെറൈറ്റി. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയുണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് റെഡ് കാർഡ്സ് എത്രയുണ്ട്? ഓഫ് കോഴ്സ് 26 അല്ലേ? 2 വരെ 13 വെച്ചില്ല. എത്ര ബ്ലാക്ക് കാർഡ്സ്? 26 ഉണ്ട്. ബാക്കിയുള്ള കാർഡുകൾ എണ്ണം നോക്കുക. ഇനി അതിൽ തന്നെ നമ്മൾ എത്ര കിങ്ങുകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ്, റെഡ് കിങ് എന്ന് പറയുമ്പോൾ 2 കിങ്സ് ആണ്. റെഡിയാണല്ലോ. ബ്ലാക്ക് കിങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ബ്ലാക്ക് കിങ്സ് ആണ്. ഫേസ് കാർഡ്സിൽ ഒരു സെറ്റിൽ 3 ആണെങ്കിൽ 4 സെറ്റിൽ 4 × 3 12 കാർഡ്സ് ഉണ്ട്. ഓഫ് കോഴ്സ്. അപ്പോൾ ഈ പറയുന്ന കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതൊക്കെ ഞാൻ പറഞ്ഞു? 4 വെറൈറ്റി ഓഫ് കാർഡ്സ് ഉണ്ട്. സ്പേഡ്, ഹേർട്ട്, ക്ലബ്സ് ആൻഡ് ഡയമണ്ട്. 2 എണ്ണം ബ്ലാക്ക് കാർഡ്സ് ആണ്, 2 എണ്ണം റെഡ് കാർഡ്സ് ആണ്. ഓരോന്നും 13 വെറൈറ്റീസ് ഉണ്ട്. ആ 13 വെറൈറ്റീസിൽ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 52 കാർഡ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാർഡ്, പാക്ക് ഓഫ് കാർഡ്സ് എടുത്ത് നന്നായിട്ട് ഷഫിൾ ചെയ്ത ശേഷം നമ്മളൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന കാർഡ് ഡയമണ്ട് എയ്സ് പറയാൻ പറ്റുമോ? വന്നേക്കാം. 82 ഏതെങ്കിലും ഒന്നെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന കിങ്, ഡയമണ്ട് കിങ് ആണോ, ഡയമണ്ട് ക്യൂനാണോ? ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. കിട്ടിയേക്കാം. നമുക്ക് കിട്ടുന്ന കാർഡ് ഈ 52. അപ്പോൾ നമ്മളിപ്പോൾ കാർഡിൻ്റെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്പേഡ്, ഡയമണ്ട്, കിങ്, ക്ലബ്സ് എന്ന് പറഞ്ഞ പേരുകളുണ്ട്. ഈ പേരുകളാണ് നമുക്ക് വേണ്ടത്. അതിൽ 2 എണ്ണം ബ്ലാക്ക്, 2 എണ്ണം എന്ന് പറയുന്നത് റെഡ് കാർഡ്സ് ആണ്. ഇപ്പോൾ 2 ഡയമണ്ട്സ് കാർഡ്സ്, 2 സ്പേഡ് മീൻസ് 2 വെറൈറ്റീസ്. 13ൻ്റെ 4 വെറൈറ്റീസ് ആയിട്ടുള്ള 52 കാർഡുകൾ.
അപ്പോൾ ഈ കാർഡ് ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബിലിറ്റി സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറയുന്ന 3 എക്സാമ്പിൾസ്, ഈ പറഞ്ഞ 3 എക്സാമ്പിളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. ഒന്ന് പറഞ്ഞു ടോസിങ് എ കോയിൻ, രണ്ടാമത്തത് ത്രോയിങ് എ ഡൈസ്, പാമ്പും കോണി കളിക്കുന്ന ചതുരക്കട്ടനെ വിളിക്കുന്ന പേരാണ് ഡൈസ്. സെലക്ടിങ് എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്, ഒരു പാക്ക് ഓഫ് കാർഡ്സ് എന്ന് 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് ഔട്ട്കമാണ്, ഏത് റിസൾട്ടാണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്ലിയറാണോ? സോ ദിസ് ഈസ് ആക്ച്വലി ദ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. സോ വാട്ട് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്? It is an experiment. It is an experiment which can repeated. So the random experiment is an experiment which can be repeated any number of times under uniform conditions whose possible outcomes are predetermined but whose particular outcomes are unpredictable is called a random experiment. For examples ഒക്കെ ചോദിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. So these are the examples. കണ്ടോ നിങ്ങൾ? Tossing an unbiased coin. Unbiased നിങ്ങളോട് പറഞ്ഞു. What do you mean by the unbiased? രണ്ടാമത് നിങ്ങളോട് പറഞ്ഞു ത്രോയിങ് എ അൺബയാസ്ഡ് ഡൈ, സെയിം മീനിങ്, എ പെർഫെക്റ്റ് ഡൈ. ഡൈസിൽ തന്നെ ചിലപ്പോൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ചില ഡൈസ് ഉണ്ടാവാം, അത്രയും ഡൈസ് അല്ല, എ പെർഫെക്റ്റ് ഡൈ. ആൻഡ് തേർഡ് എക്സാമ്പിൾ ഈസ് സെലക്ടിങ് എ കാർഡ് ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡ്സ് നന്നായിട്ട് ഷഫിൾ ചെയ്ത് 52 കാർഡ്സ് എന്ന് ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്ത്. എന്തിനാണ് ഷഫിൾ ചെയ്യണമെന്ന് പറയുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ കാർഡ് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ആ പെട്ടിയിലേക്ക് നിറക്കുന്ന സമയത്ത് അതൊരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും വരിക. അതൊരാൾക്ക് 1-2 കാർഡിൻ്റെ ബാക്ക് പൊട്ടിച്ചാൽ മനസ്സിലാവും മുകളിൽ ഏതാ വരിക, താഴത്തെ ഏതാ, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഉള്ളിൽ നിന്ന് ഏതൊക്കെയാണ്. അത് ഷഫിൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിൽ 3 എക്സാമ്പിൾസ്, ഈ പറയുന്ന 3 എക്സാമ്പിളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എക്സാമ്പിൾസ്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി ദ റാൻഡം എക്സ്പെരിമെൻറ്റ്. റെഡി? ഓക്കെ, റാൻഡം എക്സ്പെരിമെൻറ്റ് അസോസിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാമത്തെ ടേമാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ടേം. വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ്? വെരി സിമ്പിൾ. നമുക്കൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരാൻ ചാൻസുള്ള ഔട്ട്കം ഞാൻ പറഞ്ഞ റിസൾട്ടുകളുടെ അതിൻ്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസ് നോട്ട് ദ പോയിന്റ് ഈസ് എ സെറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് കണക്ട് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇതിൽ സെറ്റ് നമുക്ക് നെയിമിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഉപയോഗിക്കുക? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC ആണ് നമുക്ക് നെയിമിംഗ് ഉപയോഗിക്കാം. ഇനി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇതൊക്കെ അതിൻ്റെ മനസ്സിലേക്ക് വരണേ. സെറ്റിനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം? റോസ്റ്റർ ഫോം ഉണ്ട്, സെറ്റ് ബിൽഡ് ഫോം ഉണ്ട്, സെറ്റിന് ഓപ്പറേഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലേക്ക് നന്നായിട്ട് വരിക. സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കൂടുക. നമുക്ക് സെറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് സാമ്പിൾ സ്പേസ്? ഇത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമുക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻസ് അവിടെ വരാൻ സാധ്യതയുള്ള ഔട്ട്കംസിൻ്റെ ഈ പറയുന്ന സെറ്റ് സാമ്പിൾ സ്പേസിന് സാധാരണ പറഞ്ഞു സെറ്റിന് നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC ആണെങ്കിൽ സാമ്പിൾ സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സാമ്പിൾ സ്പേസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ആക്ച്വലി എസ്. നമുക്കൊരു എക്സാമ്പിൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുക. കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് അങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്താണ്? ഹെഡ് ഓർ ടെയിൽ. ഈ ഹെഡ് ഓർ ടെയിൽ എങ്ങനെ ഉണ്ടാക്കണം? സെറ്റ് ഇൻ നൊട്ടേഷൻ എഴുതണം. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഇൻ നൊട്ടേഷൻ. സെറ്റ് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും? റോസ്റ്റർ ഫോമുണ്ട്, സെറ്റ് ബിൽഡർ ഫോമുണ്ട്. സാധാരണ രീതിയിൽ സെറ്റ് ഫൈനൈറ്റ് കേസ് ആണെങ്കിൽ എഴുതാൻ നല്ലത് റോസ്റ്റർ ഫോമും, ഒരു ഇൻഫിനിറ്റ് കേസിലൊക്കെയാണ് നമ്മൾ എഴുതാൻ നല്ലത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമും കാര്യങ്ങൾ തന്നെ. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. ഫൈനൈറ്റ് കേസിലൊക്കെ നമുക്ക് എപ്പോഴും റോസ്റ്റർ ഫോമാണ്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ഈ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആരായിരിക്കും? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ H, എന്നാണ്. ഞാനൊരു ഡൈസ് ത്രോ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് when a dice is thrown, ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യുന്നു വിചാരിക്കുക. സോ വാട്ട് ഈസ് എ സാമ്പിൾ സ്പേസ് ഓഫ് ദാറ്റ് എക്സ്പെരിമെൻറ്റ്? പറയാൻ പറ്റുമല്ലോ? അത് പറഞ്ഞു നോക്ക്. എന്തായിരിക്കും അത് വരിക? S is equal to സെറ്റ് എന്താ വരിക? 1, 2, 3, 4, 5, 6. ഇതാണ് നമുക്ക് എന്ത് വരിക? ഒരു ഡൈസ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് ആണ് ഈ പറഞ്ഞത്. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഒരു വെൽഡ് ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ് എന്നൊരു കാർഡ് എടുക്കുകയാണെങ്കിൽ ടേക്കിംഗ് എ കാർഡ് ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 കാർഡ്സ് സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞാൽ ഇപ്പോൾ നോക്കുക ഇതിൽ ഈ പറയുന്ന സെറ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? എലമെൻറ്റ്സ് ഉണ്ട് വെച്ചാൽ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഫൈനൈറ്റ് ആണ്. ഇതിൽ നമുക്ക് 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു കാർഡ് ടേക്കിംഗ് എക്സ്പെരിമെൻ്റ് ഒന്ന് നമുക്ക് എടുക്കാൻ പറഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 52 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാം കൂടി എഴുതാൻ പറ്റും? ഇല്ല. അത് ഏതൊക്കെയാവാം? അതേപോലെ സ്പേഡ് കിങ് ആവാം, സ്പേഡ് എയ്സ് ആവാം,
സ്പേഡ് നമ്പർ കാർഡ് 2 ആവാം, ഏതെങ്കിലും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 4 വെറൈറ്റീസിൽ ഏതെങ്കിലും ഒന്നാവാം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാർഡിൻ്റെ എക്സ്പെരിമെൻറ്റ് ഞാൻ പറയുന്ന സമയത്ത്, റാൻഡം എക്സ്പെരിമെൻറ്റ് പറഞ്ഞ സമയത്ത് അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടാമതൊന്ന് ആലോചിക്കണം, അത് മനസ്സിലാക്കണം, ആ 4 വെറൈറ്റീസും കാര്യങ്ങളൊക്കെ. റെഡി? ഇനി നമ്മൾ സാധാരണ ഇത് സെറ്റ് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ സെറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ പോകണം. ഒരു സെറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2 തരം റെപ്രസെൻറ്റേഷൻ ഉണ്ട്. റോസ്റ്റർ ഫോമാണ്, അപ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ ഏത് ഫോം അവിടെ കിടക്കുന്നത്? റോസ്റ്റർ ഫോമിലാണ് കിടക്കുന്നത്. ഒരു സെറ്റിൻ്റെ എലമെൻറ്റ്സിനെ സാധാരണ നമ്മൾ വിളിക്കില്ല എന്താണ്? എലമെൻറ്റ് ഓഫ് ദി സെറ്റ് എന്നേ വിളിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സെറ്റ് എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാമ്പിൾ സ്പേസിൻ്റെ എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് അതൊന്ന് മനസ്സിലാക്കുക. ചെറിയ വ്യത്യാസങ്ങളാണ്. അവിടുത്തെ എലമെൻറ്റ്സ് വിളിക്കുന്ന പേര് ഇതാണ്. എ വെരി സിമ്പിൾ നെയിം, സാമ്പിൾ പോയിൻ്റ് എന്നാണ്. സാധാരണ നമ്മൾ സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ ചില പേര് വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സാമ്പിൾ സ്പേസ് ഒരു സെറ്റാണ്, ഡിനോട്ട് ചെയ്യുന്ന എസ് എന്നാണ്. സാമ്പിൾ സ്പേസിൻ്റെ എലമെൻറ്റ്സിനെ നോർമലി നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സാമ്പിൾ പോയിൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന സിംഗിൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൽ എത്ര സാമ്പിൾ പോയിൻ്റ് ഉണ്ട്? 2 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് 6 സാമ്പിൾ പോയിൻ്റ് ഉണ്ടെങ്കിൽ കാർഡ് ഒരു തന്നിരിക്കുന്ന പാക്ക് ഓഫ് കാർഡ്സ് ഒരു കാർഡ് എടുക്കുന്ന എക്സ്പെരിമെൻറ്റ് നമുക്ക് എത്ര സാമ്പിൾ പോയിൻ്റ് ഉണ്ട്? ദർ ആർ 52 സാമ്പിൾ പോയിൻറ്റ്സ് ആണ്. കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞു സെറ്റിൻ്റെ റെപ്രസെൻ്റ് രീതികളും കാര്യങ്ങളൊക്കെ നമ്മളിതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ആദ്യം മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് റാൻഡം എക്സ്പെരിമെൻറ്റ് പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? സാമ്പിൾ സ്പേസ് പറഞ്ഞു, അതിൻ്റെ റിലേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യുന്ന ലെറ്റർ പറഞ്ഞ് എസ് എന്ന ലെറ്ററാണ്. അപ്പോൾ എസ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക അത് സാമ്പിൾ സ്പേസ് ആണ്. മൂന്നാമത്തത് സാമ്പിൾ പോയിൻ്റ്, സാമ്പിൾ സ്പേസിൻ്റെ എലമെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിൾ പോയിൻ്റ്. ഇനി നമുക്ക് ഇത് റിലേറ്റ് ചെയ്ത റാൻഡം എക്സ്പെരിമെൻറ്റും അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാനുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും വായിച്ചു നോക്കുക. In each of the following, describe the sample space for the indicated experiment. അപ്പോൾ നമ്മൾ കുറേ ഒരു എക്സ്പെരിമെൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെയൊക്കെ സാമ്പിൾ സ്പേസുകൾ നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ഒന്നോട്ട് നമുക്ക് തുടങ്ങാം. വളരെ ഈസിയാണ് സംഗതികളൊക്കെ. ഒന്നാമത്തെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് നോക്കുക. നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താ? എ കോയിൻ ഇസ് ടോസ്റ്റ്. എന്താ സാമ്പിൾ സ്പേസ്? നേരത്തെ ഞാൻ പറഞ്ഞു S = എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും നമ്മൾ? H, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പോൾ 2 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട് ആ പറയുന്ന എക്സ്പെരിമെൻറ്റ്. ഇനി ആ പറയുന്ന ബാക്കി സാമ്പിൾ പോയിൻ്റൊക്കെ സാമ്പിൾ സ്പേസ് ഉണ്ടാക്കുന്ന ഐഡിയകളൊക്കെ മനസ്സിലാക്കണേ. രണ്ടാമത്തെ സാമ്പിൾ സ്പേസ് എന്താ പറഞ്ഞത്? 2 കോയിൻസ് ആർ ടോസ്റ്റ് ടുഗദർ. 2 കോയിൻ എടുത്തു, 2 കോയിൻ കയ്യിലെടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഉണ്ടാവുന്നുണ്ട്. 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് വീഴുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് കോയിനും സെക്കൻഡ് കോയിനും കാണിക്കുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഫസ്റ്റ് വണ്ണിന് ഹെഡ് കാണിക്കാം, സെക്കൻഡ് വൺ കാണിക്കാം ഹെഡ് കാണിക്കാം. മനസ്സിലാവേണ്ട പറഞ്ഞ്. അപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസിൽ ഒരു സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 2 ആൾക്കാരുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്നേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാൻ പോവാണ്. അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് കാണുന്ന സമയത്ത് പറഞ്ഞു, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? H,T അല്ലെ? H,T ആണെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന 2 കോയിൻ, അപ്പോൾ രണ്ടാമത്തെ കോയിനും ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക H,T ആണ്. അപ്പോൾ ഫസ്റ്റ് കോയിന് ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കാണിക്കാം. സെക്കൻഡ് കോയിനും ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കാണിക്കുകയാണെങ്കിൽ 2 കോയിനും ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസാണ് നമുക്ക് കിട്ടേണ്ട പരിപാടി. ഇതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്യുക? ക്രോസ് പ്രോഡക്റ്റ് അങ്ങനെ എടുക്കുക. ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 സെറ്റ്. എവിടെ പഠിച്ച്? ഓർമ്മയില്ലേ? അങ്ങനെ 2 സെറ്റിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എഴുതാൻ പോകണേ. ഈസിക്കൾട്ട് അങ്ങനെ 2 സെറ്റിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതുക. ഫസ്റ്റ് ഓർഡേഡ് പേസ് ആണ് വരുന്നത് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് H, ഓക്കെ, H, രണ്ടാമത്തെ എന്ത് കിട്ടും? H,T കിട്ടും. റെഡി? മൂന്നാമത്തത് T, H വന്നു. നാലാമത്തത് T,T വന്നു. ഇതാണ് ആക്ച്വലി ആ പറയുന്നതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ്. അപ്പം നമ്മളിത് എഴുതുന്ന സമയത്ത് മീനിങ് എന്താണ്? ഈ പറയുന്ന ഓർഡേഡ് പെയർ HS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഒറ്റ സാമ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? 4 എലിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് എലിമെൻ്റ് ആണ് H,T, T,T. ഇനി ഇതിലൊരു മീനിങ് കൂടിയുണ്ട്. H,H എന്ന് പറയുന്ന ഓർഡേഡ് പെയർ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ H മീൻ ചെയ്യുന്നത് ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നു, ഈ H മീൻ ചെയ്യുന്നത് സെക്കൻഡ് കോയിൻ ഹെഡ് കാണിക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് കോയിൻ്റെതാണ്, ഇത് സെക്കൻഡ് കോയിൻ്റെ കൗണ്ടാണ്. സെക്കൻഡ് എലമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നു, സെക്കൻഡ് കോയിൻ ടെയിൽ കാണിക്കുന്നു. അപ്പോൾ ഇത് 1 സാമ്പിൾ പോയിന്റ്, സെക്കൻഡ് സാമ്പിൾ പോയിന്റ്, അങ്ങനെ 4 സാമ്പിൾ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ വളരെ ഷോർട്ടാക്കിയിട്ട് സാമ്പിൾ പോയിന്റ് എഴുതുന്ന സമയത്ത്, സാമ്പിൾ സ്പേസ് എഴുതുന്ന സമയത്ത് അത് നമ്മൾ ഒന്നുകൂടി ഷോർട്ടാക്കി എഴുതുക. ഓർഡേഡ് പെയർ HS എന്ന് പറയുക നമ്മൾ HH എന്ന് വെറും HS എന്ന് എഴുതും. അപ്പോൾ അത് മനസ്സിലാക്കുക, ഇതിൽ ഓർഡർ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ Hൻ്റെ മീനിങ്
ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നതാണ് ഈ എച്ചിൻ്റെ മീനിങ്. ഈ എച്ചിൻ്റെ മീനിങ് സെക്കൻഡ് കോയിൻ എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങ് ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അവസ്ഥ എന്ന് വെച്ചാൽ എച്ച് എച്ച് എന്നുള്ള അവസ്ഥ ഉണ്ടായേക്കാം. ഇങ്ങനൊരു പ്രോബബിൾ ചാൻസ് ഉണ്ട്, ഇങ്ങനൊരു പ്രോബബിൾ ഔട്ട്കംത്തിന് ചാൻസ് ഉണ്ട്. രണ്ട്, ഇതേപോലെ എച്ച് ടി എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും എച്ച് ടി. ഇനി ടി എച്ച് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, അതുപോലെ ടി ടി. ഇതാണ് ഏറ്റവും ഷോർട്ട് ഫോമിൽ എഴുതുക. ആക്ച്വൽ എന്ന് പറയുന്നത് ഓഡേറ്റ് പേർ മീനിങ് ഉണ്ട്. ആ മീനിങ് നമ്മൾ ആ മീനിങ്ങോടുകൂടി എപ്പോഴും എടുക്കാറില്ല, എല്ലാ സമയത്തും ഇങ്ങനെ എടുക്കാറില്ല. നമ്മൾ രണ്ട് കോയിനാണ് സമയത്ത് ഇത്തരത്തിലുള്ള മീനിങ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതിയാൽ മതി. ആക്ച്വൽ അതിൻ്റെ ഐഡിയ ഈ പറയുന്ന ഐഡിയ ആണുള്ളത്. അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് 3 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൂന്ന് സെറ്റിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം, രണ്ട് കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് അല്ലേ? അതെങ്ങനെ കിട്ടും? ക്രോസ് പ്രോഡക്റ്റിലെ രണ്ട് സെറ്റിൻ്റെ ക്രോസ് പ്രോഡക്റ്റിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താ? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. സോ ഇതിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. 2 × 2 4 എലമെൻറ്റ്, ഓഫ് കോഴ്സ് 4 എലമെൻറ്റ്. അപ്പോൾ 3 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിലോ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? 2 × 2 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 എലമെൻറ്റ്സ് ആണ്. ഇനി അവിടെ വരുന്ന സമയത്ത് 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം കൂടി വെച്ച് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ക്രോസ് എച്ച് ടി എന്ന് പറഞ്ഞാൽ ഇതിന് വീണ്ടും എച്ച് ടി ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു എലമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഓർഡേഡ് ട്രിപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ മൂന്ന് ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സാധനം ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ തല ഉപയോഗിച്ച് ആലോചിക്കാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ പറയുന്ന സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതാൻ പറ്റും. റെഡിയാണല്ലോ? 3 കോയിനും 4 കോയിനും 5 കോയിനും എത്ര കോയിൻ വേണ്ടി ടോസ് ചെയ്തോട്ടെ, നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, റെഡി. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇനി ഇതിനൊരു സിമിലർ കേസ് കൂടി ഞാൻ പറയാൻ പോകണം. ഇത് ഞാൻ പറഞ്ഞു 2 കോയിൻ എടുത്തിട്ട് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് ആണ്. 2 കോയിൻ എടുത്തിട്ട് ഒറ്റ ടോസിങ് നടത്തി അപ്പോൾ ഉണ്ടാകുന്ന പോസിബിൾ ഔട്ട്കത്തിൻ്റെ സെറ്റ്, അതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ പറഞ്ഞു ഇനി അതേ പകരം ഞാൻ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ്, ഒരു കോയിൻ എടുത്തിട്ട് ഫസ്റ്റ് ടോസ് ചെയ്തു, സെക്കൻഡ് ടോസ് ചെയ്തു. ഇതിന് ശേഷമായി ഞാൻ എന്ത് കണക്കാക്കുന്നത്? ഔട്ട്പുട്ട് എന്താ കണക്കാണ്? 1 കോയിൻ ടോസ് ട്വൈസ്. അപ്പോൾ എന്തായിരിക്കും സാമ്പിൾ സ്പേസ് വരിക? മനസ്സിലായോ? ഒരു കോയിൻ എടുത്ത് ഞാൻ 2 പ്രാവശ്യം ടോസ് ചെയ്തു. ഒന്ന് ടോസ് ചെയ്തു, വീണ്ടും ആ കോയിൻ എടുത്ത് വീണ്ടും ടോസ് ചെയ്തു. ഒന്ന് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഔട്ട്പുട്ട് ഉണ്ട്? H, T. ഒന്നുകൂടി ടോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഔട്ട്പുട്ട് ഉണ്ട്? H, T. അപ്പോൾ 2 കൂടി ടോസ് ചെയ്തതിന് ശേഷമുള്ള ഔട്ട്കം അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞാൽ സെയിം ആസ് ഈ അതേ സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടാം. പക്ഷേ അതിൽ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ HHൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുന്നു, സെക്കൻഡ് കോയിൻ ഹെഡ് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. സാമ്പിൾ സ്പേസിൽ ഒരു എലമെൻറ്റ് എടുത്താൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ HHൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്? ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്, സെക്കൻഡ് കോയിൻ ഷോസ് ഹെഡ് എന്നാണ്. പക്ഷേ ഒരു കോയിൻ എടുത്ത് 2 പ്രാവശ്യം ടോസ് ചെയ്യുന്ന സമയത്തും ഇതേ സാമ്പിൾ സ്പേസിൽ ഇതേ പോയിന്റ് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് വരിക ഫസ്റ്റ് ടോസിൽ ഹെഡ് കാണിക്കുന്നു, അതേപോലെ സെക്കൻഡ് ടോസിൽ ഹെഡ് കാണിക്കുന്നു. ഫസ്റ്റ് കോയിൻ സെക്കൻഡ് കോയിൻ്റെ പകരം ഫസ്റ്റ് ടോസ് സെക്കൻഡ് ടോസ് എന്നാവും. അത്ര വ്യത്യാസമുള്ളൂ. സാമ്പിൾ സ്പേസിലെ എലമെൻറ്റിനോ സാമ്പിൾ സ്പേസിനോ എന്തില്ല, വ്യത്യാസം വരുന്നില്ല. അപ്പോൾ 2 എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കണേ. 2 കോയിൻസ് ഒരുമിച്ച് ടോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസും ഒരു കോയിന് 2 പ്രാവശ്യം ടോസ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്ന് സാമ്പിൾ സ്പേസ് എഴുതാൻ പറഞ്ഞാൽ ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസും എന്താണ്? സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ എഴുതി തുടങ്ങണം. ഞാൻ ഏകദേശം ഐഡിയ പറഞ്ഞു. എ ഡൈസ് ഇസ് ത്രോൺ ടോസ്റ്റ്. ഡൈസ് ഞാൻ പറഞ്ഞു അല്ലേ, പാമ്പും കോണിയും കളിക്കുന്ന കട്ടയാണ് ഡൈസ് എന്ന് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് പറഞ്ഞൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും എലമെൻറ്റ്സ് വന്നേക്കാം. 1, 2, 3, 4, 5, 6, 7 ഉണ്ടാവും ഇല്ല, ഇതിലുള്ള ഏതെങ്കിലും എലമെൻറ്റ്സ് വന്നേക്കാം. സോ വെൻ എ ഡൈസ് ഇസ് ത്രോൺ ദ സാമ്പിൾ സ്പേസ് ഈസ് S = set 1, 2, 3, 4, 5, 6. നോ ഡൗട്ട്. അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് 2 ഡൈസ് ആർ ടോസ് ടുഗദർ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇനി ഈ പറയുന്ന കണ്ടിന്യൂഷൻ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ആ പറയുന്ന സാമ്പിൾ സ്പേസ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ തൊട്ട് മുമ്പ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തും 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തുള്ള സാമ്പിൾ സ്പേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞു തന്നു. ദീസ് ആർ ദ ടെക്നിക്ക്. ഒരു ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 ആണെങ്കിൽ 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസ് ഒന്ന് കണ്ടുപിടിച്ചിട്ടേ ഈ കണ്ടിന്യൂഷൻ കാണാൻ പാടുള്ളൂ. എല്ലാവരും നോട്ട്ബുക്ക് ചെയ്തിട്ട് അതൊന്ന് ചെയ്തേ. ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഏകദേശം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിട്ടിയ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഞാൻ പറയുന്ന ആൻസറും സെയിം ആണെന്ന് നിങ്ങൾക്ക് നോക്കാം. സൈഡ് വർക്ക് ചെയ്തിട്ട് നേരെ അതിലേക്ക് പോകാം. ഒരു കോയിന് ഒരു ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 ഈ സെറ്റിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റാണ് നമുക്ക് വരിക.
അങ്ങനെ രണ്ട് ഡൈസ് ഒരുമിച്ച് ത്രോ ചെയ്യുന്ന സമയത്ത് സാമ്പിൾ സ്പേസ് ആണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന സെറ്റിന് ഇതുകൊണ്ട് തന്നെ 1 2 3 4 5 6 എന്ന് പറയുന്ന ഈ പറയുന്ന സെറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇതിൽ 6 എലമെൻറ്റ്, ഇതിൽ 6 എലമെൻറ്റ്, ദർ 36 എലമെൻറ്റ്സ്. രണ്ട് ഡൈ ത്രോ ചെയ്യുന്ന കേസുകളൊക്കെ നമുക്ക് എഴുതാം, അതിനപ്പുറം എഴുതരുത്. 36 ഒക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയതാണ്, അപ്പുറത്തൊന്നും പോകരുത്. 3 ഡൈ ത്രോ ചെയ്യുന്ന സമയം എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 6 × 6 × 6 16. ഒരുപാടായി, അതൊന്നും എഴുതാൻ നിൽക്കരുത്. ഇനി നമുക്ക് അതിൻ്റെ എലമെൻറ്റ്സ് ഒന്ന് എഴുതാമല്ലോ അല്ലേ. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആൻസർ അതിൻ്റെ കൂട്ടത്തിൽ എഴുതാൻ പോവാണ്. സാമ്പിൾ സ്പേസ് S = ഓക്കെ ഓർഡേർഡ് പെയർ. ആരുമായിട്ട് പെയർ ഉണ്ടാക്കണം? 1 ഉം 1 ഉം ആയിട്ട് പെയർ. സോ ഓർഡേർഡ് പെയർ 1 1. അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓർഡേർഡ് പെയർ HS എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തായിട്ട് എഴുതിയത്, ആ പെയറൊക്കെ ഒഴിവാക്കിയിട്ട് HS അതുപോലെ ഇവിടെ കാണിക്കരുത്. കാരണം അതൊന്നും ഇല്ലാണ്ട് എഴുതാം എന്തായിട്ട് മാറി, 11 ആയി പോകും, മീനിങ് മാറി. ഹെഡും ടെയിലാണ് സമയത്ത് എഴുതുന്ന പോലെ അല്ല നമ്പേഴ്സ് വരുന്ന സമയത്ത്. അപ്പോൾ നമ്പേഴ്സ് വരുന്ന സമയത്ത് ആ ഓർഡേർഡ് പെയർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ 1 വെച്ചുള്ള ഓർഡർ, അപ്പോൾ 1 1 വെച്ചിട്ട് എത്ര ഓർഡേർഡ് പെയർസ് ഉണ്ടാക്കുക? 1 ഫസ്റ്റ് എലമെൻ്റ് ആയ 6 എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. സോ 1 1 1 2 1 3 1 4 1 5 ആൻഡ് 1 6 എല്ലാ എലമെൻറ്റ്സും ഒന്ന് എഴുതി പഠിക്കുക, നല്ലതാണ്. ഇനി 2 വെച്ച് നമുക്ക് ഓർഡേർഡ് പെയർ ഉണ്ടാക്കാമല്ലോ. ഏതൊക്കെ എലമെൻറ്റ്സ് നമുക്ക് കിട്ടുക? ദാറ്റ് ഈസ് 2 1 2 2 നെക്സ്റ്റ് 2 3 അടുത്തത് 2 4 അടുത്തത് 2 5 അടുത്തത് 2 6. ഇതാണ് നെക്സ്റ്റ് 1. ഇനി ഉണ്ടാക്കണം നമുക്ക് 3 വെച്ചിട്ട്. ഏതാ കിട്ടുക? 3 1 ആൻഡ് 3 2 3 3 ആൻഡ് 3 4 3 5 ആൻഡ് 3 6. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ. അടുത്ത ഏതായിരിക്കും കിട്ടുക? 4 1 ഞാൻ എഴുതുന്നില്ല, 4 2 4 3 4 4 4 5 4 6. ലാസ്റ്റ് എലമെൻറ്റ് ആരായിരിക്കും? 4 6. കൃത്യമായിട്ട് നമുക്ക് അവിടെ കിട്ടി. എക്സെട്ര ഞാൻ ഇട്ട് വെക്കാൻ പോവാണ്. അടുത്തത് നമുക്ക് 5 വെച്ച് എലമെൻ്റ് ആണെങ്കിൽ 5 1 5 2 5 3 5 4 നമുക്ക് ഏതുവരെ കിട്ടും? 5 6. കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം എഴുതുക, നല്ലതാണ്. പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടേബിളും കൂടിയാണ്, സാമ്പിൾ സ്പേസ് കൂടിയാണ്. എഗെയിൻ ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ടല്ലോ, ഒന്ന് 6 1 6 2 6 3 എക്സെട്ര നമുക്ക് ഏത് വരെ പോകാം? 6 6 വരെ പോകാം. എന്നിട്ട് അങ്ങ് സെറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടായില്ല? 36 എലമെൻറ്റ്സ് ആർ ദർ വെൻ 2 ഡൈസ് എത്ര. നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സാമ്പിൾ സ്പേസിൽപ്പെട്ട 36 ഒക്കെ വളരെ റയറായിട്ട് എഴുതുന്നാലും എഴുതുന്ന സമയത്ത് ഈ പറയുന്ന സ്ട്രക്ചറെങ്കിലും കീപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ പറയുന്ന നമുക്ക് 4 എലമെൻറ്റ്സും 5 എലമെൻറ്റ്സും എഴുതുന്ന പോലെ എല്ലാ 36 എലമെൻറ്റ്സ് പറഞ്ഞാൽ കുറച്ച് ബിഗർ എലമെൻ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സെറ്റിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ, ഒരു സംശയമില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്ക്. S = set of all ordered pair x, y such that സെറ്റ് ബിൽഡർ ഫോം അറിയാലോ എന്താ കിട്ടുക? x, y is an element of x, y is an element of. ഞാൻ അടുത്ത ലൈനിലേക്ക് എഴുതുന്നു. x, y എവിടുത്തെ എലമെൻ്റ് ആണ് നമുക്ക് x, y വരിക? ഒന്ന് പറഞ്ഞ്. x, y is an element of. ഓക്കെ, x, y such that ഞാൻ കുറച്ച് അടുത്ത ലൈനിലേക്ക് സെലക്ട് ചെയ്താണ്. x, y is an element of the set 1 2 3 4 5 and 6. കിട്ടിയല്ലോ. അപ്പോൾ അത് സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന സമയത്ത് ഒറ്റ ലൈനിലേക്ക് ആൻസർ ചെയ്യാം. പക്ഷേ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് ആ എലമെൻറ്റ്സിനെ ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് 2 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ 3 ഡൈസ് ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ പറയുന്ന സെറ്റും വീണ്ടും 1 2 3 4 5 6 ആയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, വേണമല്ലോ. അപ്പോൾ എത്ര ഉണ്ടാവും? 6 × 6 × 6 216 എലമെൻറ്റ്സ് ഉണ്ടാവും സാമ്പിൾ സ്പേസിൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, വാട്ട് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ് വരിക? ഓർഡർ ട്രിപ്പിൾ 1 1 1. വിച്ച് ഇസ് ദ ലാസ്റ്റ് എലമെൻറ്റ് ദാറ്റ് 1? ഓർഡർ ട്രിപ്പിൾ 6 6 6. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ അതിലുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് എപ്പോഴും നമ്മളൊരു പ്രോബിലിറ്റീൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തിൽ നമ്മൾ കാണാൻ പറ്റുന്ന അതിൽ എന്തുണ്ടാവും? റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ടാവും. റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ടെങ്കിൽ പ്രോബ്ലം കുറച്ചുകൂടി ഈസി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അത് സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം. ഒരു 2 ഈ പറഞ്ഞ 36 വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതിനപ്പുറം ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം ഡീൽ ചെയ്യുന്ന രീതികളൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ 36 എലമെൻറ്റ് വരെയുള്ള പ്രോബ്ലം എഴുതി കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതാണ് സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസ് ഫൈനൈറ്റ് ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ഈസിനെസ് വരും. അത് ഇൻഫിനിറ്റ് ആണ് സമയത്ത് ആ നമ്പറിൻ്റെ ഒരു പ്രശ്നം വരും. എത്ര നമ്പർ ഉണ്ട് ആ പറയുന്ന സാമ്പിൾ സ്പേസിൽ എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഓക്കെയാണ്. അത് നോക്കണേ, ഇപ്പോൾ ഈ പറയുന്ന 2 ഡൈസ് തോന്നുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാമ്പിൾ സ്പേസ് തന്നതെങ്കിൽ ഒരാളോട് എണ്ണാൻ പറഞ്ഞാൽ 36 വരെ എണ്ണാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് തരുന്നതെങ്കിൽ നിങ്ങളുടെ എണ്ണാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ പറയുന്ന സെറ്റ് ബിൽഡർ ഇതാണ് 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്തുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാണ് ഹൗ മെനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആർ ദർ ഇൻ എസ്.
സാമ്പിൾ സ്പേസ് വെൻ 2 dice are thrown. അപ്പോൾ അവിടെയാണ് അടുത്ത പ്രശ്നം വരിക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എണ്ണി കണ്ടുപിടിക്കാൻ ഓക്കെയാണ്. ഇങ്ങനെയാണ് സമയത്ത് നിങ്ങൾ അവിടെ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. കൗണ്ടിങ് ടെക്നിക്ക്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. ഉണ്ടോ? നമുക്ക് വേണ്ടത് ഓർഡേർഡ് പെയർസ്. ആ ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എക്സിനെ ഫില്ല് ചെയ്യണം, സെക്കൻഡ് വൈനെ ഫില്ല് ചെയ്യണം. എസ് ക്യാൻ ബി ഫിൽ ഇൻ ഹൗ മെനി വേസ്? 6 ways. സെക്കൻഡ് വൈ എത്ര ഫില്ല് ചെയ്യണം? 6 ways ഫില്ല് ചെയ്യാം. അപ്പോൾ ജോബ് കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഈ എക്സ് വൈ ഉണ്ടാവുക ജോബിൻ്റെ സബ് ജോബാണ് എക്സിന് ഫില്ല് ചെയ്യുക, അത് വൈനെ ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് 2 റൂൾസാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂളുണ്ട്, അഡീഷൻ റൂളുണ്ട്. രണ്ട് സിറ്റുവേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ റൂൾ സിറ്റുവേഷൻ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സബ് ജോബ്സ് ആയിട്ട് ഇത്ര ജോബുകൾ ഉണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദാറ്റ് എൻ്റർ ജോബ് വി ക്യാൻ മൾട്ടിപ്ലൈ സബ് ജോബ് ചെയ്യാനുള്ള എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള എണ്ണം കിട്ടും. അപ്പോൾ എൻ്റർ ജോബ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എക്സ് വൈ ആണെങ്കിൽ സബ് ജോബ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ എണ്ണം 6 ways കംപ്ലീറ്റ് ചെയ്യാം, വൈ എണ്ണം 6 ways കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേർഡ് പെയർ ഈസ് 6 × 6 36 elements. അവിടെ നമുക്ക് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ, അതാ പറഞ്ഞത് ഈ പറയുന്ന ടോപ്പിക്കിൽ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകാം. നോക്കൂ, ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്ക് നിങ്ങൾ. ഇനി പറഞ്ഞ പോലെ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക്? എ കോയിൻ ഇസ് ടോസ്ഡ് ആൻഡ് ഡൈസ് ഇസ് ത്രോൺ. ഒരു കോയിൻ ടോസ് ചെയ്തു, ഒരു ഡൈൻ ത്രോ ചെയ്തു. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുള്ളൂ 5ാമത്തേൻ്റെ. ഇപ്പോൾ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? S = നേരത്തെ പോലെ സൈഡ് വർക്ക് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്താൽ H, T ആണ്. ഒരു ഡൈസ് ത്രോ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1 2 3 4 5 6 ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ ഇത് സൈമിൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സെറ്റിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും? ഓർഡേർഡ് പെയർ H1 H2 എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് സിംപ്ലി ആയിട്ട് നമുക്ക് ഒന്നുകിൽ ഓർഡേർഡ് പെയർ H1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് H1 എന്ന് എഴുതിയാൽ മതി. H1 എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് ഇത് കോയിൻ കാണിക്കുന്നത്, ഇത് ഡൈസ് കാണിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. അടുത്ത് എന്ത് കിട്ടും നമുക്ക്? H2 നമുക്ക് കിട്ടി. അടുത്ത് നമുക്ക് H3, അതേപോലെ നമുക്ക് H4, അടുത്ത് നമുക്ക് H5. ഓക്കെ, അപ്പോൾ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാം, ഇതേപോലെ എഴുതാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ദെൻ ഒന്നും കൂടി ഉണ്ടല്ലോ, H6 കിട്ടി. അടുത്ത് നമുക്ക് T വെച്ച് എഴുതാൻ പറ്റുമല്ലോ. ആരൊക്കെ ഉണ്ട്? T1, T2, T3, T4 and T5, T6. How many elements are there in sample space? 12 elements. 2 × 6, 12 elements. ഉണ്ട് നോക്ക് നിങ്ങൾ, 12 elements കറക്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. റെഡി? ഇനി the 6th one. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു നോക്കണം. നോക്കുക, എ കോയിൻ ഇസ് ടോസ്ഡ് until a coin നമ്മൾ ടോസ് ചെയ്യുന്നു. എവിടെ? A coin is tossed until a head appears. Also write the sample space of the number of tosses. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു, ഏത് കിട്ടുന്നവരെ? ഹെഡ് കിട്ടുന്നവരെ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി എന്ത്? സാമ്പിൾ സ്പേസ്. നമ്പർ 1 അതാണ് ഒരെണ്ണം എഴുതേണ്ടത്. ആൻഡ് ഓൾസോ റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് നമ്പർ ഓഫ് ടോസസ്. ഈ 2 കാര്യങ്ങൾ എഴുതാണ്ട് എത്ര നമ്പർ ഓഫ് ടോസസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനൊരു സാമ്പിൾ സ്പേസ് കിട്ടുക എന്തെങ്കിൽ ആ നമ്പർ ഓഫ് ടോസസിൻ്റെ സാമ്പിൾ സ്പേസ് നമുക്ക് എഴുതണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ ആണ്. എ കോയിൻ ഇസ് ടോസ്ഡ് അണ്ടിൽ എ ഹെഡ് അപ്പിയേഴ്സ്. ഹെഡ് കിട്ടുന്ന വരെ ഒരു കോയിൻ ടോസ് ചെയ്യാനുള്ള സാമ്പിൾ സ്പേസ് ഏതാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കേസ് ഒന്ന് നോക്കാം. ഒരു കോയിൻ ടോസ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ 2 ഔട്ട്കംസ്. ഒന്നുകിൽ ഹെഡ് അല്ലേ, ഹെഡിനെ ഞാൻ ഇങ്ങനെ തന്നെ കാണുന്നു, ഹെഡായിട്ട് കാണുന്നു, അതേപോലെ ടെയിലായിട്ട് കാണുന്നു. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യുക ഹെഡാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റിൽ ഒരു ചോയ്സ് എന്താണ്? ഹെഡ് കിട്ടുക എന്നുള്ള ചോയ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ ഒരു ഹെഡ്, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഹെഡ് കിട്ടുകയാണെങ്കിൽ ഈ കേസ് ഇവിടെ അവസാനിച്ചു. ഇല്ല, ടെയിലാണ് കിട്ടുന്നതെങ്കിൽ ഏത് കിട്ടുന്നവരെ ടോസ് ചെയ്യണം? ഹെഡ് കിട്ടുന്നവരെ അപ്പോൾ വീണ്ടും ഞാൻ ഒരു കോയിനോട് ഇവിടെ ടോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HT വീണ്ടും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഔട്ട്പുട്ട് വരും. ഒന്ന് TH വരും, പിന്നെ ആര് കിട്ടും? TT. ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു കോയിൻ ഈ പറയുന്ന H കിട്ടുന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എഫക്റ്റ് ആണെങ്കിൽ പിന്നെ H കിട്ടൽ എവിടെയാണ്? ഈ ടെയിൽ കിട്ടിയിട്ട് H കിട്ടുന്ന ഈ കേസ് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുക. അപ്പോൾ ആരായിട്ട് മാറി? TH ആയി. അപ്പോൾ TH കിട്ടണമെങ്കിൽ ഇത് ഒരു കോയിൻ ടോസ് ചെയ്യണം. ഇത് എത്ര കോയിൻ ടോസ് ചെയ്യണം? 2 കോയിൻ ടോസ് ചെയ്താലേ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഹെഡ് കിട്ടുന്നവരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ അവസാനിച്ചല്ലോ, ഇതിവിടെ അവസാനിച്ചു. പക്ഷേ ഇതാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ടോസ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന കേസാണെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറയുന്ന TH കേസിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഒന്ന് താഴത്തേക്ക് മാറ്റി എഴുതാം. TH കേസിലേക്ക് വരികയാണെങ്കിൽ ഈ TT കേസിലേക്കാണ് വരുന്നതെങ്കിൽ
38 എന്നുള്ള കേസിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോയിനോട് ടോസ് ചെയ്യുന്ന അവിടെ വീണ്ടും എന്തുണ്ട്, HT കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഔട്ട്കം എന്ത് കിട്ടും, 2T കഴിഞ്ഞിട്ട് H കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന്. അപ്പോൾ ഇത് 3 കോയിൻ ടോസ് ചെയ്യുന്ന എഫക്റ്റാണ്. ഈ മൂന്നാമത്തേൽ ടെയിലാണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും ടോസ് ചെയ്യണം. അപ്പം 4 കോയിൻ ടോസ് ചെയ്ത എഫക്റ്റ്. അപ്പോൾ T എന്തായിട്ട് മാറി, H ആയിട്ട് മാറി, എക്സെട്രാ. ഇത് അവസാനിക്കുമോ? ഇല്ല. അണ്ടിലെ ഹെഡ് അപ്പിയേഴ്സ് എന്ന് പറഞ്ഞ് ഹെഡ് കിട്ടുന്നവരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാമ്പിൾ സ്പേസ് ഇൻഫിനിറ്റ് ആണ് കേസിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ പറഞ്ഞ സാധനം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓൾസോ റൈറ്റ് ദ സാമ്പിൾ സ്പേസ് ഓഫ് നമ്പർ ഓഫ് ടോസസ്. അപ്പോൾ ഈ പറയുന്ന കറസ്പോണ്ടിങ് കാര്യം നമ്പർ ഓഫ് ടോസസ് ഒരു H കിട്ടണമെങ്കിൽ ഈ പറയുന്ന സാമ്പിൾ പോയിന്റ് കിട്ടുന്ന കോയിൻ എത്ര പ്രാവശ്യം ടോസ് ചെയ്യണം? 1 പ്രാവശ്യം ടോസ് ചെയ്യണം. ഇത് കിട്ടുന്ന എത്ര പ്രാവശ്യം ടോസ് ചെയ്യണം? 2 പ്രാവശ്യം ടോസ് ചെയ്യണം. ഈ സാമ്പിൾ പോയിന്റ് കിട്ടുന്ന ടോസ് ചെയ്യണം 3 പ്രാവശ്യം ടോസ് ചെയ്യണം. ഈ സാമ്പിൾ പോയിന്റ് കിട്ടുന്ന നമുക്ക് എത്ര പ്രാവശ്യം ടോസ് ചെയ്യണം? 4 പ്രാവശ്യം ടോസ് ചെയ്യണം. എക്സെട്രാ. ദിസ് ആർ ദാറ്റ്. യു ഗോട്ട് ഇറ്റ്. സോ വളരെ രസകരമായ ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എ കോയിൻ ടോസ് എൻ്റെ മീനിങ് മനസ്സിലാക്കുക. അണ്ടിൽ എ ഹെഡ് അപ്പിയേഴ്സ്, ഹെഡ് കിട്ടുന്നവരെ. അപ്പോൾ ഒരു കോയിന് ഹെഡ് കിട്ടി, അപ്പോൾ അതിൻ്റെ സാമ്പിൾ പേസ് പോയിന്റാണ്. ടെയിൽ കിട്ടിയ വെറുതെ ഇല്ല, കിട്ടുന്നവരെ ചെയ്യണം. വീണ്ടും കോയിൻ ടോസ് ചെയ്ത്, അപ്പോൾ 2 കോയിൻ ടോസ് ചെയ്ത് എഫക്റ്റായി. അപ്പോൾ TH ആണ് കിട്ടുന്നതെങ്കിൽ, TH ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിർത്തി. T ആണ് കിട്ടുന്നതെങ്കിൽ വീണ്ടും നമ്മൾ കോയിൻ ടോസ് ചെയ്യും. 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്തു. അങ്ങനെ ഹെഡാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ ആ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ TH ആയി. അത് THന് പറയും T ആണെങ്കിൽ വീണ്ടും ചെയ്യണം. അപ്പോൾ ഹെഡാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വന്നു. അപ്പോൾ ഹെഡ് അപ്പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ സാമ്പിൾ പോയിന്റ്സ് പോവുക. നമ്പർ ഓഫ് ടോസസ് കാണിക്കാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വരും. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. 7th ക്വസ്റ്റ്യൻ, എ കോയിൻ ഇസ് ടോസ്റ്റ്. മനസ്സിലാക്കണേ, അതിൻ്റെ രസകരമായ രീതികൾ മനസ്സിലാക്കാം. എ കോയിൻ ഇസ് ടോസ്റ്റ്. നിങ്ങൾ സാമ്പിൾ സ്പേസ് എഴുതി നോക്കണം, ഞാൻ പറഞ്ഞുതരും. ഇഫ് ഇറ്റ് ഷോസ് ഹെഡ് കാണിട്ടാണ് ടോസ് ഇട്ടേക്ക്. ഇഫ് ഇറ്റ് ഷോസ് ടെയിൽ, ത്രോ എ ഡൈസ്. നിങ്ങളൊന്ന് എഴുതി നോക്കുക എല്ലാവരും. ഈ പറയുന്ന സാമ്പിൾ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് എല്ലാവരും ഒന്ന് എഴുതി നോക്കി. എന്തായിരിക്കുന്നു?